ഒന്നുമില്ല. എന്താടാ അങ്ങനെ ഒന്നും ഇല്ലാത്ത വില്ലുമോനെ? നാളെ വില്ലുമോന്റെ തിരുവാതിര കളി ഉണ്ടേ, ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ടേ. അണ്ണത് ആരാ പറഞ്ഞത് എനിക്കറിയാവേ. ലൈനപ്പ് ബ്രാവോ, വില്ലുമോൻ, ആഷ്, ജൂഡ്, മോബി, മെസ്ബോയ്, നീലൻ, സ്നൈപ്പ്, സാവേജ്, ഡോർക്കി, കുറുപ്പ്, ജുഗുറു. ഇതായിരിക്കും മെയിൻ 12. ഇന്നത്തെ ടഫ് കളിക്കണ ലൈനപ്പ് ഇതാണ്. എല്ലാരെയും മാറ്റി മാറ്റി ഇടും ഗൈസ്. എല്ലാരെയും ഓരോരോ ടർഫിൽ മാറ്റി മാറ്റി ഇടും. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ചാൻസ് കൊടുത്തില്ല എന്നുള്ളൊരു ഇത് കംപ്ലൈന്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരല്. ഇവിടുന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ വില്ലുമോനൊക്കെ ഇപ്പൊ എന്നെ ടഫിൽ ഇട്ടില്ല അണ്ണാ, എനിക്ക് ടഫ് കളിക്കണമായിരുന്നു പരാതി പറയുവാണെങ്കിൽ ഡയറക്റ്റ് മാസിലേക്ക് അങ്ങ് കൊടുക്കും. മനസ്സിലായി? അവരുമായിട്ട് സംസാരിച്ച് സേതുവിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഫ്രീ ആയിട്ട് ഗീവ് അവേ ചെയ്യും. അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല നമുക്ക് ചെയ്യാൻ. മനസ്സിലായ? ചന്ദ്രൻ ചന്ദ്രൻ ഇടാം. ബ്രോ ഒരു മിനിറ്റ് ചന്ദ്രൻ ഇടാം. മിസ്റ്റർ മേഡ ചന്ദ്രൻ ഇടാം ഇപ്പൊ തന്നെ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ബ്രാവോ രണ്ടുപേരെ മാറ്റിയിട്ട് ചന്ദ്രനെ ഒറ്റയ്ക്ക് ഇടാം. രണ്ടുപേരെ ഡീൽ ചെയ്തോളും, 4 പേരെ അടിച്ചോളും ചന്ദ്രൻ. ഇപ്പൊ മന്നോ കുറച്ചുകൊണ്ട് മാറ്റിയാതെയോ? അല്ലേ പിന്നെ എടാ പ്രാക്ടീസ്. അവൻ 3-ാം തീയതി വരെ എല്ലാ കാര്യങ്ങൾക്കും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇന്നാണ് അവൻ ലൈവ് ഇട്ടത്. 3-ാം തീയതി വരെ, 3-ാം തീയതി 4-ാം തീയതി കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആവുള്ളൂ എന്ന് പറഞ്ഞ്. ആ പ്രാക്ടീസിന് വന്നവരെയും ഇതിന് വന്നവരെ ആൾക്കാരെ മാത്രമാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. മനസ്സിലായി? അവർ കളിച്ചോളും. എന്തൊക്കെ തരം ആൾക്കാർ എൻ്റെ അമ്മോ. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. അപ്പം നാളെ ഉച്ചയ്ക്ക് ഒരു 12 മണി 1 മണിക്കകത്ത് ഞാൻ കറക്റ്റ് ടൈം അവിടെ ചെല്ലുമ്പോൾ സ്റ്റോറി ഇടാം. കിക്കിൽ ലൈവ് ഉണ്ടാവും ഗൈസ്. എല്ലാവരും വരണം. ഓണപരിപാടി നമുക്ക് പ്രവാസി ചേട്ടന്മാർക്കൊക്കെ മിസ് ചെയ്യുന്ന ഓണപരിപാടിയൊക്കെ നമ്മളെ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന രീതിയിൽ നടത്താം. പരിപാടിയുടെ ഏറ്റവും അവസാന ഭാഗമായി നമ്മുടെ KVA സൗണ്ട് തോമയുടെ വക ഒരു DJ പരിപാടിയും ഉണ്ടാവുന്നതായിരിക്കും. അതാണ് ലാസ്റ്റത്തെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം. അപ്പോൾ അതോടുകൂടി അത്രയായിട്ട് നമ്മളങ്ങ് നിർത്തും. കണ്ടാൽ മതി. എടാ നാളെ വരുവാടാ, നാളെ വരും. അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? ഇതൊന്നും ഞാനല്ല ഏറ്റേക്കണം, ഇതെല്ലാം AKF ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിക്കുക നിങ്ങൾ. അപ്പൊ നമുക്ക് ഡിസ്കോഡ് കണ്ടു തുടങ്ങാം. And this man, he killed him. What are you doing here? Leave the boy alone. Why'd you kill his daddy? You after his mama? Stop bullying the boy. Get out of my business, mister. Leave the boy alone, Or what? or I'll kill you too. ഓക്കെ, പക്ഷെ കളിച്ച് തീർക്കാൻ പറ്റിയില്ല ഇതുവരെ. കളിക്കണം. അണ്ണാ ഓൾ അലോടാണോ പരിപാടിക്ക്? അല്ലല്ല ബ്രോ, TVയിലെ മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ്. അല്ല പിന്നെ അണ്ണൻ എന്തോ വേണോ? എന്ന് വേണോ ഉനക്ക്? 2 ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. നിങ്ങക്ക് എന്താടാ, എന്ത് പറ്റി? എന്താ പ്രശ്നം? പാതിരാത്രി നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലോടാവേ. മോളെ പോയി കിടന്നു, ഞങ്ങളെ അല്പം സംസാരിക്കണം. ഇതൊക്കെ ആര് പഠിച്ചു വിടറാ? എന്തൊരു പ്രശ്നം എല്ലാവർക്കും. When you have a supporting friend. അണ്ണൻ ചവിട്ടി തെങ്ങിന്റെ ഈ സൈഡ് പൊന്തു. എല്ലായിടത്തും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു പുണ്ടാമോൻ കേട്ടാ. അനാവശ്യമായിട്ട് നമ്മളെ മറ്റേ ഇതാക്കി കുഴി ചാടിക്കണ ഒരുത്തൻ എന്തായാലും ഇങ്ങനെ ഒരുത്തൻ എല്ലായിടും ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ പറയണേ നിനക്ക് പറ്റൂലയാ? പറ്റും, ഉറപ്പല്ലേ? ഇത് ഉറപ്പാണ്. ഇത് ഇവ ഉണ്ടാവും, ഒരു സംശയമില്ല. അണ്ണൻ ചവിട്ടി തെങ്ങിന്റെ ഈ സൈഡ് പൊന്തു കേട്ടാ. എന്നാ ഞാൻ പറയുന്നത് പൊട്ടു. It was at this moment that she knew. ഞാൻ വേറെ ഈ തെങ്ങിനൊരു വൃത്തികെട്ട നാരുണ്ട്, നിനക്ക് അറിയോ അത്? എന്റെ അമ്മ, ഈ ഉണങ്ങിയ തെങ്ങിനെ ഒരു നാരുണ്ട്. എന്റെ ആളിയാ, എന്തൊരു അവസ്ഥയടാ. എണ്ണീറ്റ് ഞാനെങ്ങാണ് വരുന്ന കേസോട്ടല്ലോ. ഇവിടുന്ന് എണ്ണീക്കുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തതന്നില്ലേ, അവനെ പോയി വലിച്ചടിച്ച് തല്ലിക്കൊന്നിട്ടൊക്കെ ചത്തുപോകും. മനസ്സിലായേ? അതേ ചെയ്യുള്ളൂ അവിടെ. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറെ എണ്ണം ഉണ്ടോ? ഡിലീറ്റഡ് വെർഷൻ.
എന്തൊരു ശബ്ദമാടാ ഇതിന്റെ ഈ ഇടയ്ക്ക് ഒരു റീൽസ് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇവര് ഒരുത്ത കമന്റ് ഇട്ടേക്കണ് എന്നാലും എന്തിനായിരിക്കും കല്യാണത്തിന് ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോ അവള് മണ്ണെണ്ണ എടുക്കാൻ പോയെന്ന്. അത് സത്യമല്ലേ? എന്തിനായിരിക്കും മണ്ണെണ്ണ എടുക്കാൻ പോയത്? അടുപ്പ് കല്യാണ പെണ്ണിനെ കൊണ്ട് നിന്റെയൊക്കെ വീട്ടില് കല്യാണ പെണ്ണാണല്ലോ പറ്റിയ പാചകത്തിന് മണ്ണെണ്ണ എടുക്കാൻ പോണേ. എല്ലാവരും ആഘോഷിക്കായിരുന്നില്ലേ? എടാ സ്വന്തം കല്യാണത്തിന് അപ്പൊ ആ പുള്ളിക്കാരി ആഘോഷിക്കൂലേ? അതല്ലേ ചോദ്യമില്ല. നമുക്ക് അടുത്ത വീഡിയോ അതാ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല പറഞ്ഞത്. എന്തൊരു ആ എന്തൊക്കെ സാധനങ്ങളല്ലേ സൂര്യ. നിന്റെ അച്ഛന്റെ വായി ഞാൻ പ്ലേ ചെയ്തേ അയ്യോ എന്തൊക്കെ സാധനം. നിന്റെ അച്ഛന്റെ വായി മോനെ നീ നിൽക്കും ഇപ്പഴും നിന്റെ മൈൻക്രാഫ്റ്റ് DC സ്റ്റാർട്ടർ ഹൗസ് പാർട്ട് 4. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? എടാ ഇതൊക്കെ ഒരു പ്ലെയർ ഇരുന്ന് ഉണ്ടാക്കിയതായിരിക്കും ഇതൊക്കെ? അതോ നമുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റൂ? ഇതെന്ത് എന്റെ അമ്മോ. യെസ് പറ്റും, ഗ്രൂപ്പായിട്ട് പറ്റും. എന്റെ അമ്മോ ഇവനൊക്കെ ഇതില് ജീവിക്കണ. ഇവിടെ എന്താ ഉണ്ടാക്കി വെച്ചേക്കണേ? അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഗൈസ്, ഇത് കളിക്കുന്ന ആൾക്കാരുടെ ഞാനൊരു ഡൗട്ട് ചോദിക്കുവാണേ. ഇപ്പൊ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിനകത്ത് എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്പേസസ് ഫില്ല് ചെയ്താൽ മതിയോ, അതോ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഓരോ ബ്രിക്ക് വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? ബ്രിക്ക് ബൈ ബ്രിക്ക് ഉണ്ടാക്കണം. ഔട്ട്ലൈൻ ഒന്നും ഉണ്ടാവൂലല്ലേ? ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗെയിമിന്റെ അപ്പം ഇതെന്താ നമുക്ക് ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ ഈ ഗെയിമിന്റെ ഗെയിം പ്ലേ, അല്ലാതെ ഇതിനകത്ത് മിഷൻസും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതൊന്നും ഒരുത്തരും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടോ? രാത്രിയാകുമ്പോ മറ്റേ ഞാൻ കളിച്ചിട്ടുണ്ട് പണ്ട്. മിഷൻസ് ഉണ്ട്, എത്ര മൊബൈലില് മറ്റേ ഹാപ്പി മോഡില് മറ്റേ ഹാക്ക് സർവൈവൽ ആണെന്ന്. ഓക്കെ നമുക്ക് കളിക്കാം ഒരു ദിവസം. പറഞ്ഞില്ലേ കോമാളി ഗെയിമർ. പൊട്ടിയതല്ലോ. ന്യൂ വോട്ടർ അൺലോക്ക് ഫോർ BJP. മുഹമ്മദ് താനോസ് 27 വയസ്സ് 76. ഇതൊക്കെ എഡിറ്റഡ് ആയിക്കോടാ ഇപ്പൊ. പക്ഷെ വേറെ മറ്റേ വാച്ച് വരും ആ സാധനം ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊക്കെ ഇട്ട എന്തായാലും തൂക്കൂലടാ. ഇതൊക്കെ എഡിറ്റഡ് ആയിരിക്കോടാ. ഇത് ഫേക്ക് ആയിരിക്കും മിക്കവാറും. അണ്ണാ ദേവേട്ടൻ ഇതുപോലെ കൊണ്ടുപോണ്ടേ. അതിന്റെ ടയറ് പോലും ഇതാ. ദേവേട്ടനെ അല്ല, എനിക്ക് ഇതിന്റെ മണ്ടയിലിരുന്ന് പോണം. ഇത് വലിയ സാധനം.
അതുപോലെ കാശും കൊടുക്കണേ വില്ലുമോനെ, അല്ലാതെ ഇത് പറഞ്ഞ അതുപോലെ നല്ല കാശും കൊടുക്കണം. വലിയ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ കിട്ടും, കാശ് കൊടുക്കണം. അതുപോലെ റിയൽ ആണെന്നത്, അത് റിയൽ ആണ് കൂടാ. വണ്ടി കിട്ടും എടാ മണ്ട ബുദ്ധി മില്ലുമോനെ റിയലാണെന്ന് എന്തൊരു ഡിലെയാണ് ഇവരൊക്കെ ചാറ്റ് കൂടാ. അത് നോക്കാം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഏട്ടാ, വെറുതെ. ഇതൊക്കെ എന്ത് ക്രിഞ്ച അല്ലേ മില്ലുമോനെ? എന്ത് ക്രിഞ്ചടേ ഇതൊക്കെ. എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാനേ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കപ്പിളാർപ്പി കളിക്കാത്തത് പണ്ട് തൊട്ടേ. എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് സിനിമയിൽ നായകനായിട്ട് മറ്റേ പറന്നു പോകുന്ന 5 പേര് അടിക്കുക, തെലുങ്ക് പടം, അതാണ് എനിക്കതാ താല്പര്യം. മനസ്സിലായോ? ടർഫ് എന്തായി ജസ്റ്റ് നോക്കാം. യൂട്യൂബില് കണ്ടന്റ് ഉണ്ട്, പറഞ്ഞൊരു കണ്ടന്റ് ഡ്യൂഡിന്റെയും റിനുവിന്റെയും പൊസിഷൻ നീ ഒന്ന് നോക്കിയേ. ആ പൊസിഷൻ വെച്ചിട്ട് അടിക്കാൻ പറ്റില്ല. ഇവർ ഓൾറെഡി ഇവിടെ കയറിയിരിക്കുക. അവർക്ക് അടിക്കാൻ പറ്റുന്ന ഒരേ ഒരു പൊസിഷൻ ഇവിടെ ഉള്ളൂ. ഇവിടെ നിൽക്കുന്നവരെ അടിക്കാൻ ഇവിടുന്ന് അടിക്കാൻ പറ്റും. അല്ലാതെ പെണ്ണിടാനല്ല. അതൊക്കെ നിന്നെ പോലത്തെ അസൂയാളുകൾ പറഞ്ഞുണ്ടാക്കണോ? എനിക്കാ ഗതികേടോ? എടാ ഞാൻ വെറുതെ ഒന്ന് മുതുക്കിപ്പോയി നിന്നുണ്ടല്ലോ. എത്ര എടാ ഞാൻ ഒരു 12 മണിക്ക് ശേഷം വെറുതെ ആർപ്പിക്കകത്ത് അങ്ങനെ കയറാത്തോണ്ടാ. 12 മണിക്ക് ശേഷം മുതുക്കി പോയി ഒരു 10 മിനിറ്റ് ചുമ്മാ എന്നാ ഒരേ സമയം 5 പേരടുത്ത് ലവ് ആർപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായ? നീ എത്ര മിനിറ്റ് ചെയ്യണ കാണാൻ പറ്റുമല്ലേ? എന്താടാ മദർ ബോർഡിലല്ലോ, ഫോണിന്റെ സ്പീക്കറിനകത്തോടല്ലേ ഊതുന്നിരുന്ന്. ആദ്യം പോയി പഠിക്ക് പോയിട്ട് നീ മദർ ബോർഡ് ശരിയാക്കിട്ട് വന്നേരം ഞാൻ കേൾക്കാം. ഫോണിന്റെ മൈക്കിനകത്തോട് ഇരുന്ന് ഊതുന്നവൻ കള്ളൻ. പഴംപൊരി എല്ലാം ചെയ്തിട്ടും ഒന്നും അല്ലാതായവർക്ക് നന്നായ പാട്ട്. ഓനെ കൊണ്ടാവും പോലെ ഓനോടി നായെ പോലെ നായ്ക്കാല് മുറിഞ്ഞിട്ടുണ്ട്, നായ്പാങ്ങ് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും നായ്പാച്ചിൽ ഓനോടി തീർത്തിട്ടുണ്ട്. ഓനെ കൊണ്ടാവും പോലവനോടിയിട്ടുണ്ട്, നായ്ക്കാവല് നായ്പാച്ചില് നായിക്കേറെ വേണ്ടോർക്കെല്ലാം വേണ്ടിയിട്ടല്ലേ അവരുറ്റോരല്ലേ. പുള്ളിയുടെ മുഖത്തെ വിഷമമുണ്ട്. ഉറ്റോരോ ചുറ്റിനു കുറ്റം തൃപ്തി വരാതെ നായിനെ നാവാൽ കല്ലേറല്ലേ, നായാട്ടല്ലേ. നന്നായി നായക്കറിയാം കൂടൊരു നായില്ലെന്ന്, നന്നായി നായക്കറിയാം കൂടൊരു നായില്ലെന്ന്. എന്നിട്ടും നായ് കാവല് നായ് പാച്ചില് വാലാട്ടല്, എന്നിട്ടും നായ് കാവല് നായ് പാച്ചില് വാലാട്ടല്. ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നു. ബ്രോ ഇറ്റ്സ് ജസ്റ്റ് എ മൂവി സീൻ, വൈ യു സാഡ്? എന്റെ പൊന്നോ, എന്താ പ്രശ്നം? ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരിയും നോട്ടും. എവിടെ നോക്കിയെന്നാ ഈ പറയണേ? വേണ്ടാത്തടത്തേക്ക് തന്നെയാ നോട്ടം. വേണ്ടാത്തതൊക്കെ എങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ? ഇവൻ കണ്ണ് കാണാത്ത ആളാ. പോട്ടെ സാറേ, കണ്ണട വെച്ചത് പാരയായില്ലേ? നമ്മുടെ അവസ്ഥ മനസ്സിലായിണ്ടാവില്ല. അടിപൊളി ആയിരുന്നു വാസാറ് പറഞ്ഞപ്പോ ഇത്രയും അടിച്ചു പൊളിക്കുന്നു കരുതില്ല. എന്റെ പൊന്നു വാസാറേ, നമുക്ക് ഈ കുന്ത്രണ്ടം വേണ്ട. എന്നാ പിടിച്ചേൻ, നീ വെച്ചോടാ. ആവൂ വെച്ചപ്പ തന്നെ ഇതാ തരങ്ങേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലായിരിക്കും. വേണ്ട. എന്റെ അമ്മോ, സോറി. സാരില്ല, അറിയാണ്ടല്ലേ. എന്തൊരു അഭിനയല്ലേ അതൊക്കെ. ഫീലിംഗ് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സാധനം. എനിക്കിത് വരാറുണ്ടായിരുന്നു രാത്രിയില്.
എന്റെ അമ്മോ, ഞാൻ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വീണത്. പക്ഷേ ഇത് ഭയങ്കര പ്രശ്നമാണ് ഈ സാധനം. ഞെട്ടി എണ്ണിക്ക് അറ്റാക്ക് ഒക്കെ. ഞാൻ എണ്ണീറ്റ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ മയില് എന്തൊരു അവസ്ഥ. ഞാൻ ഇതിന്റെ റീസൺ നോക്കിയപ്പോ സ്ട്രെസ്, പിന്നെ റെഗുലർ ആയിട്ടുള്ള മദ്യപാനം, ഇതൊക്കെ ഉള്ളവർക്കുണ്ട് ഇതുണ്ടാവും എന്ന് പറയണ കേട്ടിട്ടുണ്ട്. സ്ട്രെസ് ഉള്ളവർക്ക്, മദ്യപാനം ഉള്ളവർക്ക്, ഇതൊക്കെ ഉണ്ടാവുന്നവർക്ക് ഈ സാധനം ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാകുന്നു. ഇത് കോമൺ. ലൈഫിൽ ഇതുവരെ അനുഭവിച്ചില്ലല്ലോ ഇത്. നിങ്ങൾക്ക് വില്ലുമോൻ ഉണ്ടായിട്ടില്ലടാ ഇത്? മദ്യപാനികളായിരിക്കും ഇവരെല്ലാം. ഹിപ്നിക് ജെർക്ക് അങ്ങനെയാണല്ലോ അതിന്റെ പേര്. ഇവിടുത്തെ ഒരു മിഡിൽ ക്ലാസ് ബോയ്സും എന്റെയും വേദന കാണിച്ചു തന്ന സീൻ. കഴിഞ്ഞ 1.5 കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരല്ലാതെ പറ്റിക്കുക. അറബിക്കഥകളിലെ രാജകുമാരനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാൻ അവിടെ ചെല്ലുമെന്ന അമ്മയുടെ വിചാരം. ഞാൻ ഉണ്ടാക്കി വെച്ച കടവും ബാധ്യതയൊക്കെ തീർത്തിട്ടേ അച്ഛന്റെ മുമ്പിൽ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാ. സത്യം പറയട്ടെ ബാലേട്ടാ, പട്ടിണിയിലാണ്, മുഴുപട്ടിണി. മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ ആർക്ക് വേണ്ടി ഞാനിനി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം അറിയില്ല. ആ ഒരു അവസ്ഥ വല്ലാത്ത ഒന്നാണ്. മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത് അതൊക്കെ മറന്നിട്ട് അയച്ചിരിക്കുന്ന കളിക്കുന്നൊക്കെ. പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, ഒരു മനുഷ്യൻ. നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയാൻ വല്ലപ്പോഴും ഇത്തരം അനുഭവങ്ങളൊക്കെ നല്ലതാണ്. എവിടെന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. ഇവിടെ നിന്ന് ഭ്രാന്തായി പോവും. പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? പണം കിട്ടും പത്തേച്ചേട്ടൻ. എവിടെ നിന്ന് കിട്ടുമെന്നേ എന്റെ അത്ര ഉറപ്പ്? എന്റെ മനസ്സ് പറയുന്നു. നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് തോന്നുമ്പോ, നേടാൻ ഒരുപാടുണ്ട് എന്ന് തോന്നുമ്പോ ധൈര്യം ഉണ്ടാവും. ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ, ഒരു പ്രാവശ്യമെങ്കിലും. ഓ, ഇതിൽ മിസ് ചെയ്തൊരു സീൻ ഒരു കട്ട് ചെയ്യാൻ പറയട്ടെ ഏതാണെന്ന് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പഞ്ചാബി ഹൗസിനകത്ത് തുടക്കത്തില് ഞാനൊരു സൂത്രം കാണിക്കാൻ പോവാ. ആ സീൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അമ്പോ, അതൊരു വിഷയ സീനാണ് കേട്ടോ. ആ സാധനോട് ഇതിനകത്ത് വേണമായിരുന്നു. അതൊരു കിടില സീനാണ്. അത് ഇതിനകത്ത് മിസ്സായി പോയി. നല്ല വീഡിയോ. കുട്ടികൾ രാത്രി ഉറങ്ങാതെ ഒരുപാട് നേരം ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഉറക്കാനായി ഈ 5 ടിപ്സ് ഫോളോ ചെയ്യുക. 1. വൈകുന്നേരം 4 മണിക്ക് ശേഷം. എന്റെ മനസ്സറിഞ്ഞ ആരോ ഇവിടെ കൊണ്ടിട്ട വീഡിയോ ആണ്. അവരെ ഉറക്കാൻ കിടത്താതിരിക്കുക. 2. ഡെയിലി വൈകുന്നേരം 2 മണിക്കൂറെങ്കിലും അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവണം. 5 മാസം ഫിസിക്കൽ ആക്ടിവിറ്റി, ബാറ്റിന്റെ അറ്റത്ത് കെട്ടിവെച്ചോ, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. നാളെ തൊട്ട് അവന് വേണം, മസ്റ്റാണ് അവന് ഫിസിക്കൽ ആക്ടിവിറ്റി. നല്ലോണം ടയേർഡ് ആവണം. 3. കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്ന് തൊട്ടെങ്കിലും സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യണം. അതിൽ നിന്ന് വരുന്ന ലൈറ്റ് അവരുടെ സ്ലീപ്പ് സൈക്കിളിനെ ഡിസ്റപ്റ്റ് ചെയ്യും. 4. നൈറ്റ് റുട്ടീൻ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ സമയത്ത് അവരെ ഉറക്കാൻ കിടത്താം. 5. അവർ ഉറങ്ങുന്ന ബെഡ്റൂമിൽ കേർട്ടൻസ് ക്ലോസ് ചെയ്ത് ഒരു ഡിം ലൈറ്റ് ഇട്ട് സെറ്റ് ചെയ്യുക. കുട്ടികൾ അവർ ഉറങ്ങാൻ പോവാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും. എല്ലാ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുക. സ്റ്റേ ഹെൽത്തി. നന്ദിയുണ്ട് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ജിമ്മിൽ വിട് 5 മാസം പ്രായമായ ചെറുക്കനെ. അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടിക്കില്ല, എടുക്കണ്ട. എങ്ങനെയാലും കണ്ടുപിടിക്കും. സാവേജ് പുലി പാട്ടറാ ഓണാവട്ടെ. പുലിപ്പുലിയല്ല, ഞാൻ ഒരു വേറൊരു സാധനം എടുത്ത് വെച്ചു. ഇവന്മാര് ഈ പാട്ടിട്ടാണോ കളിച്ചേ? ഈ കുണ്ണുകളൊക്കെ എടുത്ത് കളയാനോടെ ഗ്യാങ്ങിന്ന് ഒരു വാറിന്റെ ഇടയ്ക്ക് കാണിക്കണ പരിപാടി.
മുട്ടത്തൈലം എടാ മുട്ടത്തൈലം ഉണ്ടോ വീണ് മുട്ടടിഞ്ഞ് ഒരാളുടെ മുട്ടത്തൈലായിട്ട് പോയല്ലോടാ മുട്ടത്തൈലം വാങ്ങി തേക്കേണ്ടി വരുവാടാ. മുട്ടത്തൈലം വേണോടാ നിനക്ക്? മുട്ടത്തൈലം വേണടാ. മുട്ടത്തൈലം വേണോ നിനക്ക്? മുട്ടത്തൈലം വേണോടാ. മുട്ടത്തൈലം വേണോടാ. ചില്ലറ കഴപ്പല്ലേ, 6 കളിക്കാനല്ല അണ്ണാ. കുറച്ച് പ്രോട്ടീൻ എടുക്കട്ടെ. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് എത്തിയത് ജിമ്മിൽ എല്ലാവർക്കും കോഴിമുട്ട പുഴുങ്ങിക്കൊണ്ടുവന്ന ഒരു സെക്കൻഡ്. ഹലോ ഹലോ. ഓ സുബ്രഹ്മണ്യം കേക്കാം. ഞാൻ ഇത് ലൈവില, ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഞാൻ ഇറങ്ങി വിളിക്കാം. ഓക്കെ. അൻവിൻ ബ്രോയും ടർഫ് എപ്പോഴാ? ടർഫ് 10:30 നീ ഒരു ടർഫ് കഴിഞ്ഞില്ലടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഭാവി എന്താ ഇവിടെ ഒരു സത്യം. മുട്ടായി പുഴുങ്ങിക്കൊണ്ട് കൊടുത്ത അല്ല, മുട്ടായി കൊണ്ട് കൊടുത്ത ഷുഗർ ഉള്ളവർ ഷുഗർ കട്ട് ചെയ്തവർ കഴിക്കൂലല്ലോ. അതൊരു മുട്ട ഇതാകുമ്പോ ഇതാവേ. പേരിൽ മറ്റേ ആള് കളിക്കാൻ വരരുത് എന്റെ അടുത്ത്. എന്നാ ഇതൊന്ന് കണ്ടു നോക്കിയേ, കാണാം. പോലീസ് സ്റ്റേഷനല്ലേ? അല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് തിന്നോടാ കഴിവറ മോനെ. ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ധൈര്യം കാണിച്ച ആ മഹാൻ? ഞാൻ എപ്പോഴേ പറഞ്ഞതാ മിസ് കോൾ കൊടുത്താൽ മതിയെന്ന്. ഈ മരിച്ചുപോയ കുമാരൻ ജീവിച്ചിരുന്ന ആളാണ്. ജീവിച്ചിരിക്കുമ്പോൾ അയാൾ അതെന്താ ക്വസ്റ്റ്യൻ അറിയാ? കുമാരൻ ജീവിച്ചിരുന്ന ആളാണോ? നിക്കണ്ട അവിടെ. ഇതെന്താ സ്കൂൾ വിട്ട പോലെ? അകത്ത് ഉപ്പാവൊന്നും വിളമ്പില്ല. ആരും വരണ്ട. ഒരാളായില്ലേ സാർ? ഇടാ അതിന് ഇവൻ അല്ല, ഞാൻ ഒരാളാണ്. ഇടാ അതല്ല, ഞാൻ ഇവനോടാ പറഞ്ഞത്. ഞാനും ഒരാളാണ് സാർ. ഇടോ നിങ്ങൾ രണ്ടല്ലേ? അല്ല സാർ, ഞങ്ങൾ ഓരോരുത്തരാ. ഇതെന്താ പോലീസ് അകത്തോട്ട് ചോദ്യം ചെയ്യാൻ അതിന് വനിതാ പോലീസ് അല്ലേ വേണ്ടത്? അയ്യോ, കൊണ്ടുവരാൻ മറന്നുപോയി. ഞാനിനി സാരി ഉടുത്താൽ മതിയോ? കുമാരൻ ഓ, ഈ കുട്ടി എന്റെ മോള. അപ്പൊ കുമാരന്റെ കുട്ടിയല്ല. ക്ഷമിക്കണം സാർ, മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയാണവർ. എന്റെ ഭാര്യ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വന്തം ഭർത്താവ് മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് ഇപ്പൊ കഴിയില്ല. എന്നാ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ? എന്തോന്നറിയാ പടം? ഇതാണ് നമ്മുടെ ലൈവിലുള്ള ആനന്ദ്. മനസ്സിലായ? എപ്പോഴും തുണി വണ്ടി തുണി നോക്കി കൊടുത്തായിരുന്നു. വണ്ടിയുടെ തുണി നോക്കുന്നത് വണ്ടി ഇറക്കിയ. അവന് ഈ വണ്ടി പണിതതിനേക്കാ കാശ് ഇവൻ എനിക്ക് ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്ത് തന്നു. മനസ്സിലായോ? സൂപ്പർ ചാറ്റ് ആ വണ്ടിയുടെ ലോഞ്ചിന് വരാൻ വേണ്ടി 1 വർഷം മുമ്പ് വണ്ടി കൊടുത്ത്. മനസ്സിലായോ? 1 വർഷം മുമ്പ് വണ്ടി പണിയാൻ കൊടുത്തിട്ട് എനിക്ക് അതൊരു സൂപ്പർ ചാറ്റ് ചെയ്ത എമൗണ്ട് കൂടെ എല്ലാം കൂടെ ചേർത്താണ് ആ വണ്ടി പണിയാൻ 10 ലക്ഷം രൂപ പോയി. ഡിഫെൻഡിങ് ഓർ അറ്റാക്കിംഗ് ഡസന്റ് മാറ്റർ, യു ഹാവ് ടു വിൻ. ഐവ ഓ ശരി. നീ പറയുന്നതല്ല തമ്പുരാൻ പറഞ്ഞതുപോലെ ഞാനപ്പോ അതനുസരിച്ച് കേൾക്കാം. ഓടാ മുറിയുമനെ നീയൊക്കെ പറയുന്ന ഞാൻ ഇരിക്കണേ. നീയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫുട്ബോൾ ടീം എല്ലാ കാലം TV റീബിൽഡ് ചെയ്തതിനു ശേഷം 1 വാറാണ് നമ്മൾ തോറ്റവന്മാരെ പറക്കിയിട്ട് അവന്മാർ ഇനി ജീവിതത്തിൽ തൊടാത്ത രീതിയിൽ അടിച്ചിട്ടുണ്ട്. മനസ്സിലായ? ടർഫ് ആദ്യത്തെ ടർഫാ. ഇവിടെ 3 ഗ്യാങ്സ് അറ്റാക്ക് ചെയ്തു. 3 അറ്റാക്കിംഗ് ഗ്യാങ്സും തോറ്റു. മനസ്സിലായ? ഇവിടുത്തെ ടർഫ് മെക്കാനിസം എല്ലാവരും പഠിക്കണുള്ളൂ. ആദ്യത്തെ ടർഫാണ്, ഫസ്റ്റ് ടർഫാണ് ഇവിടുത്തെ ടർഫ് മെക്കാനിസം. ബാക്കിയുള്ള 3 എണ്ണം ഡിഫെൻഡിങ് ടീമാണ് ജയിച്ചത്. 3 പേരും 3 ടർഫ് കഴിഞ്ഞിപ്പോ ഓൾറെഡി. ഈ 3 ടർഫും ഡിഫെൻഡിങ് ടീമാണ് ജയിച്ചത്. മനസ്സിലായ? ഞങ്ങൾക്ക് ടൈമുണ്ട്, ഞങ്ങൾ അടിച്ചെടുത്ത് തരാം. തരുന്നതിന്റെ അന്ന് നീ ഇവിടെ വരണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നീയൊക്കെ അങ്ങ് പറയോ ജയിക്കണം എന്നങ്ങ് പറയാ. നീ അപ്പൊ ഇന്ത്യ കളിക്കാൻ പോകുന്ന സമയത്ത് നീയൊക്കെ ജയിച്ചിട്ട് വാളാ കുണ്ണേന്ന് പറഞ്ഞ ധോണിക്ക് മെസ്സേജ് അയക്കോ പുണ്ടച്ചി മനെ നീ.
കളിയാകുമ്പോ തോക്കൊക്കെ ജയിക്കുകയൊക്കെ ചെയ്യും. അതന്നെ അടിച്ച് ജയിപ്പിച്ചോളാം, ഞാൻ ജയിപ്പിച്ചോളാം. കൊച്ചുകൊണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വന്നിരിക്കണം. ആഗ്രഹം എന്തുവാ? அக்ரம் சூர்யா, தேங்க்யூ. இல்ல பாட்டி மட்டும்தான். நான் ஒரு எம்என்சி கம்பெனில டீம் லீடா இருக்கேன். சாமி நீதான் சாமி, எங்க ஆளால காப்பாத்துறது நீதான் அப்படிங்கிறதுக்கு அத்தனை பெருமையை முன்னுதார். இன்னைக்கு நான் சந்தோஷமா இருக்கிறேன்னா அத்தனைக்கு காரணம் நாகம் பண்பே சார் மட்டும்தான். നല്ല കാര്യടാ. പുള്ളി എത്ര പേരാണ് ഡോക്ടർ ആക്കിയത്? 15 എന്താ അറിയുന്നില്ല. കുറെ പേരുണ്ട്. കുറച്ച് വന്നായിരുന്നു. അഗ്രം ഫൗണ്ടേഷൻ റീസെന്റ് ആയിട്ട് 51. അയ്യോ 51 ആണോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ആക്കിയത്? 50, 60 പറയണം. 51 പറയണം. ഹാപ്പി അല്ലേ? വ്യൂസ് കൂടിയല്ലോ. ഓ ഇവിടെ വ്യൂസ് ഇല്ലല്ലോ. സൂപ്പർ, നല്ല കണ്ടുപിടുത്തം. ഒരു 5000 പേര് വന്നല്ലോ. ശരി, അവര് പറയണ ശരിയാണടാ. ശരിയാണ്. കാരണം ടർഫ് കഴിഞ്ഞ ഉടനെ ഒരു 30 പേര് അത് ഞാൻ പെട്ടെന്ന് ഓർക്കാൻ മറന്നത്. ശരിയായി, ഞാൻ പെട്ടെന്ന് 30 വ്യൂസ് കൂടെയായിരുന്നു ബ്രോ. കാരണം എന്റെ ചാറ്റിൽ T47 സപ്പോർട്ട് ചെയ്ത് പറയാൻ വേണ്ടിട്ട് 14,000 പേരിൽ ഒരാൾ പോലും ഇല്ലെന്ന് എനിക്ക് 100% ഉറപ്പാ. അപ്പൊ ഇവിടെ T47 സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് അവന്മാരല്ലാതെ വേറെ ആരാണ്? മനസ്സിലാക്കാം. ഇവനൊക്കെ തന്നെ എല്ലാവരും അക്കൗണ്ട് ഉണ്ടല്ലോ. എന്റെ ഫ്രണ്ട് സ്ക്രിബിൾ ആർട്ട് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണേ അണ്ണ. നൈസ് കുളം. ഇതെന്താ സ്ക്രിബിൾ ഇങ്ങനെ ഓരോ പാറ്റേൺ ഒരു വെറൈറ്റി പിടിച്ചതാ. എങ്ങനെയുണ്ട്? ഹൗ ക്രൂവൽ. നാട്ടിലുള്ള എല്ലാവർക്കും കല്യാണവും എൻഗേജ്മെന്റ് ഒക്കെ ആവുമ്പോ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ എനിക്കത് അന്ന് ഫീൽ ചെയ്തു ആക്ച്വലി. ഓക്കെ, അന്നതൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു കല്യാണം വന്നപ്പോഴത്തേക്ക് പഴയ ഇതൊന്ന് മൈൻഡിൽ വന്ന് അതിന്റെ ഇതായിട്ട് പേഴ്സണലി എഫക്ട് ആയ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി സാറിന് അറിയാലോ, നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു സാർ. നമുക്ക് ഒരു സൈഡ് മാത്രമല്ലല്ലോ സാർ, തിരിച്ചും തോന്നണ്ടേ സാർ? അതാണ് എനിക്ക് പ്രഷർ. ഇപ്പൊ വേറെ ആരെങ്കിലും അങ്ങോട്ട് ഇപ്പൊ അലീനെ ചന്ദ്രനെ കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്, ഒരു സൈഡ് എനിക്ക് ഭയങ്കര വിഷമവുമാണ് സാർ. എനിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായി പോയില്ലേ സാർ? ഇപ്പൊ കേജിന്റെ കണ്ടപ്പോ തന്നെ കേജ് ഇങ്ങനെ ഒരുങ്ങി സ്റ്റെല്ലേക്ക് ഒരുങ്ങുന്ന കണ്ടപ്പോ ഞാനും ഒരു പെൺകുട്ടിയല്ലേ സാർ, 10-28 വയസ്സുള്ളൂ. അപ്പൊ എനിക്ക് മാനസികമായിട്ടൊരു സങ്കടമൊക്കെ തോന്നുന്നില്ലേ സാറേ? ഞാൻ ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെ നടക്കുമല്ലോ, ഒരാൾക്ക് വേണ്ടി 3-4 വർഷം നോക്കി നിന്നിട്ട് പുള്ളിക്ക് ഇപ്പം വേണ്ടാന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ മെന്റൽ പ്രഷർ സാർ ആലോചിച്ച് നോക്കണം. സീരിയൽ കഴിഞ്ഞോ? സ്ക്രീനിലോട്ട് നോക്കാൻ വേണ്ടിട്ടാണ് സൗണ്ട് നിന്ന്. അതിവിടെ പറയേണ്ട കാര്യം എന്താണ് രഘുലേ? അല്ലെ മറ്റാള് ചുമ്മാ നിക്കുന്നത്. പിന്നെ ഒരു കാര്യം കേട്ടോണ്ടിരിക്കുന്ന ആള് മുട്ടയെ കുത്തി കറങ്ങണോ അവിടെ ഇരുന്ന്? എന്തൊക്കെ വരപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യണം. അണ്ണ കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോ?